നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച ചില രാശിക്കാർക്ക് മികച്ച നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും സമ്മാനിക്കുന്ന ദിവസമായിരിക്കും. അതേസമയം ചില രാശിക്കാർ കൂടുതൽ ശ്രദ്ധയോടെയും ക്ഷമയോടെയും മുന്നോട്ട് പോകേണ്ട ഒരു ദിവസവുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാരെയും അവർ ചെയ്യേണ്ട കാര്യങ്ങളും, അതുപോലെ ദോഷഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാരും അവർ അതിനായി പരിഹാര മാർഗങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നുമാണ് അറിയുന്നത്. കൂടാതെ വിശദമായ നാളത്തെ പഞ്ചാംഗ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് പഞ്ചാംഗ വിവരങ്ങളിലേക്ക് പോകാം. സൂര്യോദയം രാവിലെ 6:15 സൂര്യാസ്തമയം വൈകുന്നേരം 6:46 തിഥി കൃഷ്ണ അഷ്ടമി വൈകിട്ട് 6:52 വരെ, തുടർന്ന് നവമിയാണ്. നക്ഷത്രം ഭരണിയാണ്. രാത്രി 8:13 വരെ, തുടർന്ന് കാർത്തികയാണ്. ബ്രഹ്മമുഹൂർത്തം രാവിലെ 4:46 മുതൽ 5:31 വരെയാണ്. അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:06 മുതൽ 12:56 വരെയാണ്. നാളത്തെ വിജയ മുഹൂർത്തം 2:42 മുതൽ ഉച്ചയ്ക്ക് 3:33 വരെയാണ്. നാളത്തെ അമൃതകാലം 3:38 മുതൽ 5:10 വരെയാണ്. നാളത്തെ രാഹുകാലം 2:11 മുതൽ 3:45 വരെയാണ്. നാളെ യമകണ്ഠകാലം രാവിലെ 6:15 മുതൽ 7:49 വരെയാണ്. നാളെ ഗുളികകാലം 9:26 മുതൽ രാവിലെ 11:01 വരെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന രാശികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ആദ്യം ഇടവം രാശിയാണ്. ഇടവം രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാം. സാമ്പത്തികമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി ഉണ്ടാകും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അതിനുവേണ്ട പുതിയ പദ്ധതികളൊക്കെ നിങ്ങൾ ആവിഷ്കരിക്കുന്നതായി കാണുന്നു. ബിസിനസ് ഒക്കെ അനുകൂലമായി മാറുകയും അത് കൂടുതൽ ലാഭം നേടുന്ന രീതിയിലേക്ക് മാറുകയും ഒക്കെ ചെയ്യും. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ്. പിന്നെ കുറച്ച് പണം എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള പണം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇനി നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, രാവിലെ മഹാവിഷ്ണുവിനെയോ മഹാലക്ഷ്മിയെയോ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ശുഭകരമാകും. മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുക. പ്രധാന തീരുമാനങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇനി നാളെ ഗുണഫലം ലഭിക്കുന്ന മറ്റൊരു രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമാണ്. ഉദ്യോഗസ്ഥരിൽ നിന്ന് അംഗീകാരം ലഭിക്കാം. പ്രമോഷൻ സംബന്ധിച്ച നല്ല വാർത്തകൾ ജോലിസ്ഥലത്ത് നിന്ന് ലഭിക്കും. കർമ്മമേഖലയിൽ വളരെയധികം തിളങ്ങാൻ കഴിയും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കാനും സഹപ്രവർത്തകരുടെ അഭിനന്ദനം ലഭിക്കാനും ഒക്കെ കഴിയും. പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലി നോക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാം. പുതിയ ആളുകളുമായുള്ള പരിചയം നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും. ചില പുതിയ ആളുകളെ പരിചയപ്പെടാനുള്ള സാധ്യത നാളെ കാണുന്നു. നിങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ, രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആദിത്യ ഹൃദയം അല്ലെങ്കിൽ ഗായത്രി മന്ത്രം നാളെ ജപിക്കുക. ചുവപ്പോ ഓറഞ്ചോ നിറമുള്ള വസ്ത്രം ധരിക്കുന്നതും വളരെ നല്ലതാണ്. ക്ഷേത്ര ദർശനം നടത്തി ദീപം തെളിയിക്കുക, അതും വളരെ ഉത്തമമാണ്. ഇനി നാളെ ഗുണഫലം ലഭിക്കുന്ന മറ്റൊരു രാശി ധനുരാശിയാണ്. ധനുരാശിക്കാർക്ക് ഭാഗ്യം കൈപിടിക്കുന്ന ദിവസമാണ്. ചെറിയ ലോട്ടറി ഭാഗ്യമൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ദൂരെ യാത്രകളൊക്കെ വിജയകരമാകും. വിദേശ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. വിദേശത്ത് പഠനവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഏറെ നാളായി ശ്രമം നടത്തുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ ലഭിക്കും. അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ നാളെ തന്നെ നീങ്ങുന്നതായി കാണുന്നു. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ഇന്റർവ്യൂകളിൽ നന്നായി പ്രകടനം നടത്താൻ കഴിയും. ജോലി നേടിയെടുക്കാൻ കഴിയും. ഒപ്പം തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളുടെ പിന്തുണ വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ അവസ്ഥയുണ്ടാകും. കുടുംബാംഗങ്ങളുമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ കാണുന്നു. അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും കഴിയും. നിങ്ങൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഗുരുവിനെ ധ്യാനിക്കുന്നത് വളരെ ഉത്തമമാണ്. മഞ്ഞ പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് വീട്ടിലെ പൂജാമുറിയിലെ വിളക്ക് കത്തിച്ച് മഞ്ഞപ്പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നതും വളരെ ഉത്തമമാണ്. പുതിയ പദ്ധതികളൊക്കെ ആത്മവിശ്വാസത്തോടു കൂടി ആരംഭിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. ഇനി നമുക്ക് നാളത്തെ
ദിവസം ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന രാശിക്കാർ ആരൊക്കെയാണെന്നും അവരെന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടത് എന്നുമാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തത് കർക്കിടകം രാശിയാണ്. നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന ഒരു രാശി. കർക്കിടകം രാശിക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ ഉണ്ടാകാം. സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വികാരാധീനമായി തീരുമാനങ്ങൾ എടുക്കരുത് നാളത്തെ ദിവസം. പ്രത്യേകിച്ച് എല്ലാ കാര്യത്തിലും വളരെയധികം ചിന്തിച്ച് ആശയക്കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ ധ്യാനിക്കുന്നത് വളരെ ഉത്തമമാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നാളെ അനുഭവിക്കേണ്ട അവസ്ഥയുണ്ട്. നിങ്ങളുടെ ദോഷ ഫലങ്ങൾ നീങ്ങാൻ പരിഹാര മാർഗങ്ങളുണ്ട്. ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ശിവന് നാളെ ജലധാര നടത്തുന്നത് വളരെ നല്ലതാണ്. ഓം നമഃശിവായ മന്ത്രം 108 പ്രാവശ്യം നാളത്തെ ദിവസം ജപിക്കുക. വെളുത്ത ഭക്ഷണ സാധനങ്ങൾ ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വൈകുന്നേരം വീട്ടില് പൂജാമുറിയിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കുക. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുകയാണെങ്കിൽ അവിടെ പോയി ഒരു നെയ്വിളക്ക് വഴിപാട് ചെയ്യുക. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു രാശി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് ക്ഷമ ആവശ്യമായിട്ടുള്ള ദിവസമാണ്. മാനസിക സംഘർഷം നിങ്ങളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. വലിയ രീതിയിലുള്ള മാനസിക സംഘർഷമാണ് നിങ്ങൾക്ക് കാണുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി രാജിവെക്കണോ വേണ്ടയോ എന്നൊക്കെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും വഴക്കുകൾ ഉണ്ടാകാനുമുള്ള സാധ്യത കാണുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ അശ്രദ്ധ കാണിക്കരുത്. എന്തെങ്കിലും ആരോഗ്യ സൂചനകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും രോഗ സൂചനകളൊക്കെ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അത് കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നതായി കാണുന്നു. വലിയ നിക്ഷേപങ്ങളൊക്കെ നാളത്തെ ദിവസം നടത്താതിരിക്കുക. പണം ചെലവഴിക്കുമ്പോൾ ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ വേണം. അല്ലെങ്കിൽ വലിയ കൈനഷ്ടം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നാളെ നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. ചൊവ്വാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെ പറ്റാവുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാൻ വളരെ ഉത്തമമാണ്. ചുവന്ന പൂവ് സമർപ്പിച്ച് നാളെ പ്രാർത്ഥിക്കുക. അതിപ്പോ ദേവീക്ഷേത്രത്തിൽ പോകാൻ കഴിയെങ്കിൽ അവിടെ പോയി ചുവന്ന പൂവ് സമർപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ക്ഷേത്രത്തിലാണോ പോകുന്നത് അവിടെ ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വീട്ടില് പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുമ്പോൾ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ ദേഷ്യം നിയന്ത്രിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. ഇനി ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു രാശി മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണ്. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും. ചില പദ്ധതികൾ വൈകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊജക്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ കാലതാമസവും തടസ്സങ്ങളും വരാം. ശമ്പള വർധനവ് പോലെയുള്ള കർമ്മ മേഖലയിലെ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാം. വലിയൊരു അസ്വസ്ഥത ചിലപ്പോൾ നിങ്ങൾ അനുഭവിക്കും. കുടുംബാംഗങ്ങളുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകാനും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യത കാണുന്നു. സഹോദരങ്ങളുമായിട്ടുള്ള വാക്കുതർക്കത്തിനും സാധ്യത ഉണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ നാളെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. മാത്രവുമല്ല, നിങ്ങൾ കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാത്തൊരു സാഹചര്യം ചിലപ്പോൾ നാളെ ഉണ്ടാകാം. അതുകൊണ്ട് വാക്കുതർക്കത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. നാളെ നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ മഹാവിഷ്ണു നാമജപം നാളെ നടത്തുക. തുളസി ചെടിക്ക് വെള്ളം ഒഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. വിശപ്പുള്ള ആളുകൾക്ക് ഭക്ഷണം ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. പ്രധാന തീരുമാനങ്ങൾ ആലോചിച്ച ശേഷം മാത്രം എടുക്കുക. അപ്പോ ഇത്രയുമാണ് നാളത്തെ ദിവസം കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന രാശിക്കാരും അതുപോലെ കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന രാശിക്കാരും. ഇനി നമ്മൾ നാളെ എല്ലാ രാശിക്കാർക്കും പൊതുവായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില പരിഹാര മാർഗങ്ങളാണ്. ഇത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുകയും ആ ദിവസം നിങ്ങൾക്ക് നല്ല ഊർജവും ഉന്മേഷവും തരികയും പോസിറ്റിവിറ്റി തരികയും ചെയ്യും. അതിലൊന്ന്, രാവിലെ കുളിച്ച ശേഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. പൂജാമുറിയിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കുക. ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ അവിടെ ഒരു നെയ്വിളക്ക് വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമഃശിവായ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക നാളത്തെ ദിവസം. കാക്കകൾക്കോ പക്ഷികൾക്കോ ഭക്ഷണം നൽകുന്നത് വളരെ നല്ലതാണ്. പശുവിന് പച്ചപ്പുല്ലോ പഴങ്ങളോ ഒക്കെ നൽകാൻ കഴിയുമെങ്കിൽ അതും ചെയ്യുക. ക്ഷേത്രത്തിൽ ദീപം തെളിയിച്ച് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി പ്രാർത്ഥിക്കാവുന്നതാണ്. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും അനുഗ്രഹം വാങ്ങുക. കള്ളം പറയുന്നതും അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടുന്നതും നാളത്തെ ദിവസം ഒഴിവാക്കണം. ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് കഴിയാവുന്ന വിധം അന്നദാനമോ സഹായമോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുകയും ഭാഗ്യാനുഭവങ്ങൾ നൽകുകയും ചെയ്യും. വീട്ടിൽ വൈകുന്നേരം ദീപം തെളിയിച്ച്
പ്രാർത്ഥനയ്ക്കായി സമയം മാറ്റിവെക്കുക. വീട്ടിലെ നെഗറ്റിവിറ്റി മാറി ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. എല്ലാ രാശിക്കാർക്കും നല്ല ദിവസമായിരിക്കട്ടെ നാളത്തെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.